ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഈവനിങ് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ കാണിച്ചു തരാം. വാ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ബൊഗ്ഗുവേ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വാ ഗൈസ്. അപ്പോൾ ഇതാണ് ഫാത്തിമ, എൻ്റെ ഇക്കാടെ മോളാണ്. ഫാത്തിമനെ കാണാതെ ഒരാഴ്ചയായി, ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഫാത്തിമയെ കാണാൻ പറ്റി. ഫാത്തിമ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കട്ടൻസ് കഫേയിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴേക്കും ഹാഷിം ഉണ്ടായിരുന്നു. പിന്നെ ഹാഷിമിൻ്റെ പറഞ്ഞ ആളിയാ ഒരു ചായ അടിക്കാനെന്ന്. അപ്പോൾ അവൻ അതിനുള്ള പ്രിപ്പറേഷൻസിലാണ്. പിന്നെ ഇവിടെ സ്റ്റിൽ കൺഫ്യൂസിങ് ആണ്. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് എന്തെടുക്കണമെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല എനിക്ക്. നിങ്ങൾ ഈ ലോറികളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അദാനീൻ്റെ ലോറികളാണ്. യവന്മാർ പെട്രോൾ അടിക്കാൻ വന്ന ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും കിടക്കും. പിന്നെ അവിടെ നിന്ന് നേരെ യൂട്യൂബ് പോർട്രേറ്റിലേക്ക് വന്നു. ഇവിടെ ഒരു ആവശ്യമുണ്ട്, കാണിച്ചു തരാം. ഈ ഗ്ലാസ് എങ്ങനെയുണ്ട്? ഞാൻ ഇതേത് റീലിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോ ഗ്ലാസ് വെച്ച് ഏത് കൊള്ളാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ഗ്ലാസ് കണ്ടാൽ മറ്റേ വെയിലത്ത് ക്രിക്കറ്റ് പ്ലേയേഴ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കൂലേ. അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകാൻ നിന്നപ്പോഴേക്കും മഴ. അപ്പോഴേക്കും ഒതുങ്ങി നിന്നപ്പോൾ രണ്ടുപേര് ചെരുപ്പൂരി ATMിലേക്ക് കയറുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെരുപ്പൊക്കെ ഇട്ടോ കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ മഴ നനഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ അഴുക്കാവൂല, അതുകൊണ്ടാണ് ചെരുപ്പൂരിയെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോൾ ഗൈസ്, പുറത്ത് നല്ല മഴയാണ്. ഞാനിപ്പോൾ അത്യാവശ്യമായിട്ടൊരു ആവശ്യം വീട്ടിലുള്ളതുകൊണ്ട് പെട്ടെന്ന് വന്ന് മഴ കൊണ്ടാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും കൊണ്ട് നീതി കഴിഞ്ഞാണ് നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോകണം. അതിന് പോവാം, ടൈമായി. നല്ല മഴ ഫുൾ. മുന്നാലെ നാമ എപ്പിടി ഇരുന്നവും പങ്കാളി എന്ന് പറയുന്ന പോലെ ഈ രണ്ട് വീട് അറിയാവുന്നവർക്കും ഇവിടെ ഇരുന്നവർക്കും ഇവിടെ കുറേ കഥകൾ പറയാനുണ്ടാവും. നമ്മളിപ്പോൾ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ പോകുന്ന ഓൺ ദ വേ ആണ്. ഇപ്പോൾ എത്തും. നല്ല മഴ ഉണ്ട്. മഴ പെയ്യുമെന്നറിഞ്ഞിട്ടും മഴ കൊള്ളാതിരിക്കാൻ റെയിൻകോട്ടൊന്നും എടുക്കാതെ മഴയും കൊണ്ട് മഴയെ കുറ്റം പറഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴാണ് മഴ കൊള്ളുമെന്നുള്ള വായ്ത്താളം അടിച്ചിട്ട് ഇതുപോലെ വണ്ടിയിൽ കാറ്റും കൊണ്ട് മഴയും നനഞ്ഞു പോകുന്നൊരു ഫീല് വല്ലാത്ത ഫീല് തന്നെയാണ്. പക്ഷെ ഓവർ ഫീലൊന്നും വേണ്ട കേട്ടോ, വല്ല പനിയടിച്ച് കിടക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, മഴ കൊണ്ടിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞാനും പതിശയായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ടർഫിലൊരു മാച്ചും പിന്നെ ഒരു ജേഴ്സി പ്രകാശനമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പുറകുന്ന് ബ്ലാക്ക് ഷർട്ട് ഇട്ട് വരുന്നവനാണ് കോച്ച്. കോച്ചിന് നേരത്തെ പ്ലേയേഴ്സ് ടർഫിലെത്തിയില്ലെങ്കിൽ ദേഷ്യം വരും. അതാണ് കോച്ച് ദേഷ്യപ്പെടുന്നത്. ഗൈസ്, സംഭവം വേറെ ഒന്നുമില്ല. നമ്മൾ ടർഫിൽ കളിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിന്നൊരു പുതിയൊരു ജേഴ്സി പ്രകാശനമുണ്ട്. അപ്പോൾ അതുമായിട്ട് സംബന്ധപ്പെട്ട് നമ്മൾ ഒരു മാച്ചൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞ് ജേഴ്സിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജേഴ്സിയൊക്കെ കണ്ടിട്ട് ഇങ്ങ് പോകാവൂ. പുതിയ ജേഴ്സി അടിച്ചിട്ടുണ്ട് എംബ്രസ് ടീമിൻ്റെ. ഇതിലൊക്കെ ആ ടീം മെമ്പേഴ്സാണ് എല്ലാവരും. ആൾക്കാർ ഇനിയും ഉണ്ട്. ഓൺ ദ വേ ഞാൻ കാണിച്ചു തരാം. പോകണ്ടവാ. അപ്പോൾ മാച്ച് പുരോഗമിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ വരും. മഴയത്ത് തന്നെയാണ് കളി മുഴുവൻ. അല്ലതേ നീ പാസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. നെയ്മ് വാനം നോക്കി അടിച്ച്. അങ്ങനെ കളിയിൽ ജുറേദിൻ്റെ അതിമനോഹര പാസിൽ അർഷാദ് സിമ്പിളായിട്ടൊരു ഗോൾ അടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവരുടെ ടീമിൻ്റെ രണ്ടാമത്തെ ഗോളും നേടി അമീനാണ് നേടിയത്. എത്ര കളിപ്പിച്ച് കൊണ്ടുപോയിട്ടും ആശുമെന്നുള്ളൊരു വൻമരം അവിടെ ഗോളിയായിട്ട് നിൽക്കുമ്പം ഗോളടിക്കാൻ പാടാണ്. അടിയൊക്കെ പുല്ലുപോലെയല്ലേ ചെറുക്കൻ തടുകണ്. മഴ, ഫുട്ബോള്, നാട്ടിലെ ഗ്യാങ്, അതൊന്നൊന്നൊരു കോമ്പിനേഷൻ തന്നെ. മഴയത്തല്ലേലും ഫുട്ബോൾ കളിക്കുക അതൊരു പൊളിയാണ്. അതിപ്പോൾ ലൈഫിലായാലും ഫുട്ബോളിലായാലും തിരിച്ചടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. ഏത് ഒരു പഞ്ച് ഡയലോഗ് ഇരിക്കട്ടെ. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മഴ പോകുന്നു, ഇടയ്ക്ക് മഴ വരുന്നു. മഴയ്ക്ക് വലിയ മൂഡ് സ്വിങ്സ് അതാണെന്നാണ് തോന്നുന്നത്. അതായപ്പോൾ വയലറ്റ് ജേഴ്സി ഇട്ടൊരുത്തം പാസ് കൊടുത്തില്ലേ, അവൻ ആദ്യം ഇവിടെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാണ് വന്നത്. അതാണ് അവൻ്റെ കയ്യിൽ ബൂട്ടില്ല. പിന്നെ കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീരാറായി വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം പുറത്ത് കുറച്ചൊരു വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവന്മാർ ജേഴ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ കളിച്ചുകൊണ്ടിരുന്നു. അർഷാദിൻ്റെ കോർണർ കിക്കിൽ മുഹീമിൻ ഒരു നല്ലൊരു ഹെഡിങ് അവസരം പാഴാക്കി കളയുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നോക്കിയോ, ഹാരിസ് ഒരു മനോഹരമായിട്ടൊരു ക്രോസ് ചെയ്യുന്നതാണ്. അപ്പോൾ സഹീർ അതിലും മനോഹരമായിട്ട് ഒഴുക്കി വിടുന്നു. ബാക്കിലേക്ക് ബോൾ പോകുന്നു, ഗോളാകുന്നു. ഇവൻ പണ്ടേ ഇങ്ങനെയാണ് സഹീർ. ബാൾ പിടിക്കാൻ അറിഞ്ഞൂടെ ബെസ്റ്റ് ഗോളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതയ്യന്മാരുടെ സെലിബ്രേഷൻ ഇപ്പോൾ കാണേണ്ട അവസ്ഥയായി. ഗൈസ്, അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പുറകിൽ കാണാം പയമാരല്ലാതെ കവർന്ന് പുതിയ ജേഴ്സിയൊക്കെ എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം. കാണിച്ചോ ബൊഗു. ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ ജേഴ്സി അടിച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്നതാണ് പുതിയ ജേഴ്സി. എംബർ റേസ് എന്ന് കാണിക്കുന്നുണ്ട. എനിക്ക് യൂട്യൂബിൽ മെയിൻ കൊളാബാണ്. എനിക്ക് യൂട്യൂബിൽ എല്ലാം വൈറ്റ് ഗൈസ് ആണ്.
അപ്പോൾ ഞങ്ങളെല്ലാവരും എംബ്രേസ് ടീമിൻ്റെ പുതിയ വൈറ്റ് ജേഴ്സി ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ ജേഴ്സി സ്പോൺസർ ചെയ്തത് യൂട്യൂബ് പോർട്രേറ്റ് എന്ന ഡ്രസ്സിംഗ് ഷോപ്പാണ് വിഴിഞ്ഞം ജംഗ്ഷനിലുള്ള. അപ്പോൾ താങ്ക് യു യൂട്യൂബ് പോർട്രേറ്റ്. അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് ടർഫിന്ന് പുതിയ ജേഴ്സിയൊക്കെ വിതരണം ചെയ്ത് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഇനി പോയി ഫുഡ് കഴിക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. വാ. അങ്ങനെ വീടെത്തിയപ്പോഴേക്കും നല്ല ചൂട് ദോശയും മുട്ടക്കറിയും. ഓ അന്തസ്. അത് കഴിഞ്ഞ് വീണ്ടും വിശന്ന്. അപ്പോൾ ഈ ഒരു മാവ് പോലത്തെ സംഭവം ഉമ്മ തന്ന് ഇത് കഴിച്ചുകൊണ്ടിരി വിശപ്പ് മാറുമെന്ന്. എന്നിട്ട് മാറിയില്ല കേട്ടാ ഗായ്സ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഞാൻ ആ അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. മഴയും കൂടെ ആയതുകൊണ്ട് നല്ല വിശപ്പ്. ആക്ച്വലി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പുറത്തു പോയി കഴിച്ച് കുറച്ച് നേരമൊക്കെ കറങ്ങി വരാനുള്ള. ബട്ട് മഴ ഈസ് ടു മച്ച്. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങണ ഒരു നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാവുക.